മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ചന്ദനക്കാവ് ക്ഷേത്ര സമുച്ചയത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ചന്ദനക്കാവ് ക്ഷേത്രം പ്രധാനമായും ഭദ്രകാളിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ്. ഇവിടുത്തെ പ്രധാന ഐതിഹ്യം ഈറ്റിലത്തമ്മയെക്കുറിച്ചാണ്. പ്രസവ സമയത്ത് ബുദ്ധിമുട്ടനുഭവപ്പെടുന്ന ഒരു സ്ത്രീയെ സഹായിക്കാൻ ഭഗവതി തന്നെ വയറ്റാട്ടിയായി എത്തിയെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഗർഭിണികളുടെ സുഖപ്രസവത്തിനായി ദമ്പതികൾ ഇവിടം സന്ദർശിക്കാറുണ്ട്. ചന്ദനക്കാവ് ക്ഷേത്രം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ജന്മസ്ഥലം എന്ന നിലയിലാണ് ഏറെ പ്രശസ്തമായത്. അദ്ദേഹം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളായതുകൊണ്ട് തന്നെ ആ കാലഘട്ടം മുതൽക്കേ ഈ സ്ഥലത്തിന് വളരെ വലിയ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ദിവസവും കേരളത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ ഈ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാന വഴിപാടുകളെല്ലാം തന്നെ ഈ ചാർട്ടിൽ എഴുതിയിരിക്കുന്നു. വഴിപാടുകൾക്കും മറ്റന്വേഷണങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അയ്യപ്പ ക്ഷേത്രം, വള്ളിക്കാവിലമ്മ, ഗണപതി ക്ഷേത്രം, സുബ്രഹ്മണ്യ ക്ഷേത്രം, കീഴേക്കാവ് ഭഗവതി ക്ഷേത്രം, പേട്ടേക്കരൻ, മഹാവിഷ്ണു ക്ഷേത്രം, കൂടെ ഒരു ക്ഷേത്രക്കുളവും ഈ സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ചന്ദനക്കാവിൻ്റെ പേരുപോലെ തന്നെ ഒരു വനത്തിനുള്ളിൽ പോയ ഒരു പ്രതിനിധിയാണ് ഇവിടെ വരുന്ന ഭക്തർക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമ ലഭിക്കുന്നത് പോലെയാണ് ഇവിടെ സന്ദർശിക്കുന്നവർക്ക്. ഇവിടുത്തെ ക്ഷേത്രക്കുളം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നമ്മള് അമ്പലക്കുളത്തില് കാലൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോകട്ടോ. ക്ഷേത്രത്തിൻ്റെയൊക്കെ പഴമ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു ചന്ദനക്കാവിൽ. രാവിലെ പ്രഭാത ഭക്ഷണവും ഇവിടെ ഉണ്ടായിരിക്കുന്നു.
വള്ളികളും വലിയ മരങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പോരുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.